Morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good, good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. ഓഫ് ദി ജോബ് മെത്തേഡ്സ് ഒന്ന് നിങ്ങളൊന്ന് വായിക്കണേ. വെയിറ്റ് കേട്ടോ.
Okay, good morning. Welcome. Yes, നമ്മള് ഗുഡ് മോർണിംഗ് ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ക്യാമറ ഓൺ ചെയ്യാം കേട്ടോ. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ അല്ലേ എടുത്തത്? Okay, എന്താണ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് തന്നിരുന്നു അല്ലേ? ഇതൊരു ലേണിംഗ് അപ്രോച്ച് ആണ് അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ വർക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ ഗൈഡ്സ് പ്രകാരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ഓരോ എംപ്ലോയീസിനെ കൂടെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു സെൽഫ് ബേസ്ഡ് ഗൈഡഡ് ലേണിംഗ് ആണ്. ഇതിന്റെ ഒരു കമ്പ്യൂട്ടർ പാനൽ ആയിരിക്കും ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കേട്ടോ. സ്മോൾ യൂണിറ്റ്സുകളായിട്ട് സ്മോൾ സ്പെസിഫിക് വർക്ക്സുകളാക്കിയിട്ട് ഓരോന്നിനും എന്താണ് ഓരോ സീക്വൻസുകളാക്കി മാറ്റിയിട്ടാണ് ഇതിന്റെ ലേണിംഗ്സ് നമ്മൾ ഓരോ എംപ്ലോയീസിന് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഓക്കെ, എന്താണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ്? ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? T groups is a kind of learning based on experience. Participant works together in small group of 18 to 14 people. Over an extended period, learning comes through analysis of their own experiences, including feelings, reaction, perceptions, and behavior. Okay. T എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? T stand for yes, ട്രെയിനിങ് ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. ട്രെയിനിങ് ഗ്രൂപ്പിന്റെ ഷോർട്ട് ആണ് ടി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഒരു ലേണിംഗ് ഈ പ്രോസസ് എങ്ങനെ നടക്കുന്നത്? കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസിലാണ് അല്ലെ. അതായത് ഇവിടെ കുറച്ച് ഗ്രൂപ്പ്സുകളായിട്ടാണ്, അതായത് 8 മുതൽ 14 വരെ ആൾക്കാർ ഉൾപ്പെടുന്നത്, എംപ്ലോയീസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പായിട്ടാണ്, ഗ്രൂപ്പ് വൈസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടോപ്പിക്സുകളും ടാസ്കുകളും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതായത് ആ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ അവർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ കിട്ടുന്നു, അതായത് ഒരു ഗ്രൂപ്പ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പല പല ഹ്യൂമൻ ബിഹേവിയേഴ്സ് ആയതുകൊണ്ട് തന്നെ പല ഫീലിങ്സ് കൈകാര്യം ചെയ്യുന്നവരാണ് അല്ലെ. യെസ്, അപ്പോ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. റിയാക്ഷൻസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ബിഹേവിയറിൽ ഉണ്ടാവുന്ന മോഡുലേഷൻസ് ആണ് ഇതെല്ലാം തന്നെ. പിന്നെ പെർസെപ്ഷൻ എന്താണ്? ഓരോ എംപ്ലോയീസിന്റെ ധാരണകൾ വ്യത്യാസമായിരിക്കും അല്ലെ. അവര് ഓരോ കാര്യങ്ങളും പല ആംഗിൾസിലൂടെ നോക്കിക്കാണുന്നവരായിരിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഓരോരോ പെർസെപ്ഷൻ ആണ്, ധാരണ എന്ന് പറയും അല്ലെ. മലയാളത്തിൽ നമ്മൾ ധാരണ എന്നല്ലേ പെർസെപ്ഷൻ പറയുന്ന. യെസ്, പിന്നെ ബിഹേവിയർ. അപ്പൊ ഇങ്ങനെ കൂട്ടത്തിലിരുന്ന് പഠിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വർക്ക്സ് ചെയ്യുന്നത് കൊണ്ടോ അവർക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസിലൂടെയാണ് ഇവിടെ ഒരു ലേണിംഗ് നടക്കുന്നത്. അതായത് ഡിഫറെന്റ് പീപ്പിൾസിലൂടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ള കുറെ കാര്യങ്ങൾ, കുറെ വേരിയേഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറലായിട്ടുള്ള കുറെ മോഡുലേഷൻസ് ഒക്കെ ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഓരോ എംപ്ലോയീസിന് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ ഏത് ടൈപ്പ് ഓഫ് ജോബ് മെത്തേഡിലാണ് വരുന്നത്? ഓഫ് ദ ജോബ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി, റോൾ പ്ലേ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, ടി ഗ്രൂപ്പ് ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കുന്നത് പെർഫോമൻസ് അപ്രേഷ്യൽ ആണ്. പെർഫോമൻസ് അപ്രേഷ്യൽ
Performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. Performance appraisal എന്താണ്? എംപ്ലോയിയുടെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ആണ് അല്ലെ? യെസ്. അതെങ്ങനെ നമുക്ക് എങ്ങനെയാ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഒരാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇനി പറയുന്ന കാരണങ്ങൾ പ്രകാരം നമുക്ക് ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ഓരോ എംപ്ലോയീസും പെർഫോം ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ആ സ്റ്റാൻഡേർഡ് പോളിസീസ് പ്രകാരം തന്നെയാണോ അവർ വർക്ക് ചെയ്യുന്നത് കൂടി നമ്മൾ ചെക്ക് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോളിസിയും പ്രൊസീജിയേഴ്സ് പ്രകാരം തന്നെയാണോ, അതായത് ആ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയാണോ അവർ വർക്ക് ചെയ്യുന്നത് നോക്കും. ഓക്കെ, അതാണ് ആദ്യം നോക്കുന്നത്. പിന്നെ എന്താണ്? കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻസ് ടു എംപ്ലോയി. എന്താണ് പറയുന്നത്? നമ്മൾ ഓരോ ജീവനക്കാരോടും നമ്മൾ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം അവരോട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓരോ എംപ്ലോയീസിനൊക്കെ ഒരു ഓർഗനൈസേഷനിൽ അവർ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞു തരും. അതായത് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് വർക്ക്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പോസിറ്റീവ് പെർഫോമൻസും ആയിരിക്കും എല്ലാ എംപ്ലോയീസിൽ നിന്നും ഓരോ കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഓരോ എംപ്ലോയീസിന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ എംപ്ലോയീസിനോടും കൺവേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ മെഷർ റിയൽ പെർഫോമൻസ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഓൾറെഡി പ്രാക്ടിക്കൽസ് തുടങ്ങും അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് തുടങ്ങുന്നതിനനുസരിച്ച് അവർ റിയൽ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും അല്ലെ? യെസ്, എത്രത്തോളം ആപ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ദെൻ കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. എന്ത് ചെയ്യും? ഈ എംപ്ലോയീസ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് വർക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ്സ് പ്രൊസീജിയേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം തന്നെയാണോ അയാൾ ആക്ച്വൽ ആയിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് പോളിസീസ് പ്രകാരം തന്നെയാണോ, അതൊക്കെ പാലിച്ച് തന്നെയാണോ ആൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ദെൻ ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയി. ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയി, അതായത് എംപ്ലോയിയുമായിട്ട് നമ്മൾ അപ്രീഷ്യൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടത്തുന്നത്. ഓക്കെ, ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയി, അതായത് വിലയിരുത്തൽ ചർച്ച എംപ്ലോയീസുമായിട്ട് നമ്മൾ, അതായത് ഇവാലുവേഷൻ ഡിസ്കഷൻ ആണ് അവിടെ നടക്കുന്നത്. പിന്നെന്താണ്? ഇഫ് നെസസറി ബിഗിൻ കറക്റ്റീവ് ആക്ഷൻ. ആ ചർച്ചയിൽ പ്രകാരം എന്തെങ്കിലും തരത്തില് പോരായ്മകളോ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്താണ് അതിന്റെ ബാക്കിയുള്ള നടപടികളൊക്കെ ആ ഒരു സമയത്ത് തന്നെ സ്വീകരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരാളുടെ പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്രീഷിയേറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഓൾറെഡി അതിനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പോളിസീസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താണോ കമ്പനി പ്രതീക്ഷിക്കുന്നതെന്ന് എംപ്ലോയീസിനോട് നമ്മൾ കൺവേ ചെയ്യും. പിന്നെ അവർ റിയൽ പെർഫോമൻസ് മെഷർ ചെയ്യും. നമ്മുടെ സ്റ്റാൻഡേർഡ്സുമായി അവരുടെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? ഡിസ്കസ് ദ അപ്രീഷ്യൽ വിത്ത് ദ എംപ്ലോയി. എംപ്ലോയീസുമായിട്ട് നമ്മളൊരു ഇവാലുവേഷൻ ചർച്ച അല്ലെങ്കിൽ ഇവാലുവേഷൻ ഡിസ്കഷൻ ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും തരത്തിൽ പോരായ്മകൾ അതിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കറക്റ്റീവ് ആക്ഷൻസ് അവിടെ എടുക്കും. ഓക്കെ, തിരുത്തൽ നടപടികൾ ആരംഭിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് next, motivation. The goals of the individuals and the organization can be attained through persuading workers toward productive performance called a motivational process. It attracts and begin action also act as a factor in continuation of activity until objectives have been attained. എന്താണ് മോട്ടിവേഷൻ ടെക്നിക് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിലെ മോട്ടിവേഷൻ ടെക്നിക് എന്താണ്? ഓർഗനൈസേഷന്റെ ഗോള് സക്സസ്ഫുൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിനെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? അതായത് ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയീസിന് പലതരത്തിലുള്ള മോട്ടിവേഷൻ ടെക്നിക്സുകൾ കൊടുക്കും അല്ലെ? ഓക്കെ, അതിനാണ് മോട്ടിവേഷൻ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്ഷൻ ആണ് അല്ലെ?
നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആകർഷിക്കപ്പെടുമ്പോഴാണ് അല്ലെ പല കാര്യങ്ങളും. പ്രത്യേകിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ? നമ്മുടെ സാലറീസ് ആണ് അല്ലെ. നമ്മുടെ സാലറി, ബോണസ്, മറ്റ് പാക്കേജസുകളെല്ലാം തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാത്തരം പ്രചോദനങ്ങൾ. അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോ നോൺ ഫിനാൻഷ്യൽ അവിടെ പണമല്ല നോക്കുന്നത്, എന്താണ് മറ്റു രീതിയിലുള്ളത്. ഇപ്പൊ കോംപ്ലിമെന്റ്സുകളാവാം, കോമ്പൻസേഷൻസ് ആവാം, റെപ്യൂട്ടേഷൻസ്, ദെൻ ഹയർ പൊസിഷൻസിലേക്കുള്ള പൊസിഷൻ മാറ്റം, അതായത് നമ്മുടെ പ്രമോഷൻ അല്ലെങ്കിൽ സാലറി പേജസിൽ സാലറി റിവൈസ് ചെയ്യുന്ന പ്രക്രിയകൾ, അതൊക്കെ എല്ലാം തന്നെ നോൺ മോട്ടിവേഷൻ ടെക്നിക്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ട്. എന്താണ് രണ്ടും മാറി മാറി പഠിക്കാനുണ്ട്, പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് അട്രാക്ട്സ് taking action and also act as a factor in continuation of activity until objective have been attained. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻകറേജ്മെന്റ് കൊടുക്കുകയാണ് അല്ലെ. അതായത് അവർ കൂടുതൽ നല്ലൊരു വർക്ക്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ട എല്ലാത്തരം മോട്ടിവേഷൻസ് ഫിനാൻഷ്യൽ ആയിട്ട് നോൺ ഫിനാൻഷ്യൽ ആയിട്ട് എന്താണ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടി അല്ലെ, ഓരോ ഓർഗനൈസേഷൻ അവരെ നിന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പലതരത്തിലുള്ള മോട്ടിവേഷൻ ടെക്നിക്സുകൾ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും മോട്ടിവേഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? is the purpose of motivation to create conditions in which people are willing to work with passion, initiative, interest, and enthusiasm, with a high personal and group moral satisfaction, with a sense of responsibility, loyalty, and discipline, and with pride and confidence in the most coherent manner, so that the goals of an organization are attained effectively. Motivation techniques are to pursue employees' growth. പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മോട്ടിവേഷന്റെ? യെസ്, ഗോൾ അച്ചീവ് ചെയ്യാൻ തന്നെ. ഓക്കെ, അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ? എംപ്ലോയീസിന്റെ ഓവറോൾ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തൊക്കെ വർദ്ധിക്കുന്നുണ്ട് അവരുടെ എംപ്ലോയീസിന് മോട്ടിവേഷൻസ് ടെക്നിക്സ് കൊടുക്കുമ്പോൾ? വളരെ പാഷനേറ്റ് ആയിട്ടും അല്ലെങ്കിൽ വളരെ ഇനീഷ്യേറ്റീവ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മുൻതൂക്കം ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് ചെയ്യാനും വളരെ ഇൻട്രസ്റ്റോടെയും enthusiasm മീൻസ് ഉത്സാഹം അല്ലെ. യെസ്, അതേപോലെ തന്നെ തന്നെയാണ് ലോയലിറ്റി എന്താണ്? വിശ്വസ്തത അല്ലെ. യെസ്, അപ്പൊ ഓൾറെഡി കമ്പനീസ് ഒരുപാട് മോട്ടിവേഷൻസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത്തരം അവരുടെ ബിഹേവിയറിൽ തന്നെ എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരാനും ഏറ്റവും ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ അവരെ വർക്ക് എന്താണോ അത് ചെയ്തു തീർക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയാണ്. ഓക്കെ, അത് തന്നെയാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാത്രമല്ല അവർ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൂടും. അതോടൊപ്പം തന്നെ മോറൽ സാറ്റിസ്ഫാക്ഷൻ, നല്ല രീതിയിൽ എംപ്ലോയീസ് സംതൃപ്തരാക്കപ്പെടുന്നു അല്ലെ. അവർക്ക് പല രീതിയിലുള്ള മോട്ടിവേഷൻ ടെക്നിക്സ് കിട്ടുമ്പോൾ എന്താണ് അവർക്ക് സാലറി ആയിട്ടും മറ്റു രീതിയിൽ കോമ്പൻസേഷൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്താണ് അവർക്ക് അവരുടെ ലൈഫിലെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ജോലിയിൽ നിന്ന് കിട്ടുന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ എന്താണ് അവർ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഓക്കെ, യെസ്, അപ്പോ മോട്ടിവേഷൻ ടെക്നിക്സ് ആർ ടു പെർസ്യൂ എംപ്ലോയീസ് ഗ്രോത്ത്. ഏറ്റവും കൂടുതൽ എംപ്ലോയീസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ മോട്ടിവേഷൻ ടെക്നിക്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വ്യക്തിപരവും സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ ഓരോ എംപ്ലോയീസിനും വേണ്ടിയിട്ട് പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ പോലുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യാമോ? ഇറ്റ് ഈസ് ദ പർപ്പസ് മുതൽ ലോയലിറ്റി ആൻഡ് ഡിസിപ്ലിൻ വരെയുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇവരൊന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ ചോദിച്ചാലോ നോക്കണം.
ഇനി ഓരോ കമ്പനീസും അവരുടെ എംപ്ലോയീസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് ടെക്നിക് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. ഇത് മാനേജ്മെന്റിന്റെ ഒരു തന്ത്രമാണ്. അതായത് ഓൾറെഡി ഗോൾസ് അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അവരെ അവിടെ നിലനിർത്താൻ, ഓരോ എംപ്ലോയീസിനെ ആ കമ്പനിയെ നിലനിർത്തുക എന്നുള്ളത് കൂടിയിട്ടാണ് മോട്ടിവേഷൻസ് നമ്മൾ കൊടുക്കുന്നതിന്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരം മോട്ടിവേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. എന്തായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്? Such motivation is linked directly or indirectly with the money, wages, salary, bonus, profit sharing, leave with pay, medical refreshment, etc. Okay. Yes, financial motivators pick ചെയ്യണം ട്ടോ. Wages, salary, bonus, profit sharing, leave with pay and medical refreshment, etc. എന്താ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻസ്? സാമ്പത്തിക പ്രേരണകളാണ് അല്ലെ. ഒരു എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കമ്പനീസ് ഉപയോഗിക്കുന്ന രണ്ട് തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഫിനാൻഷ്യൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ളത് അല്ലെ. അവർക്ക് നല്ല രീതിയിൽ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നു, ബോണസ് കൊടുക്കുന്നു, പ്രോഫിറ്റ് ഷെയറിങ്, അതേപോലെ തന്നെ ലീവ് വിത്ത് പേ. എന്താണ് ലീവ് വിത്ത് പേ? ശമ്പളത്തോട് കൂടിയുള്ള അവധി അല്ലെ. യെസ്, ലീവ് വിത്ത് പേ. അതേപോലെ തന്നെ മെഡിക്കൽ റീഫ്രഷ്മെന്റ് എക്സെട്ര. മെഡിക്കൽ റീഫ്രഷ്മെന്റ് എന്താണ്? മെഡിക്കൽ റീഫ്രഷ്മെന്റ് എന്തായിരിക്കും? മെഡിക്കൽ റീഫ്രഷ്മെന്റ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടാണോ? റീഫ്രഷ്മെന്റ് മീൻസ് തിരിച്ചടവെന്നാണ് അല്ലെ. ഓക്കെ, ഇത്ര കാലാവധി എന്നൊക്കെ പറയുന്നത് കാശ് തിരിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ റീഫ്രഷ്മെന്റ് ചെയ്യുന്നത്? PFO. മോട്ടിവേഷൻസിൽ പൈസ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെ നമുക്ക് മോട്ടിവേഷൻ ആവും? പൈസ ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ മോട്ടിവേഷൻ, അങ്ങോട്ട് കൊടുക്കുന്നതാണോ? എന്തായിരിക്കും? ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നത് മോട്ടിവേഷൻ ആണോ, അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് മോട്ടിവേഷൻ ആയിരിക്കുമോ? അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഉണ്ടെന്നൊന്ന് കണ്ടെത്തി കൊണ്ടുവരാം കേട്ടോ. എന്താണെന്ന് നോക്കിയിട്ട് പോരാ കേട്ടോ. എന്നിട്ട് ഒരാളൊന്ന് പ്രസന്റ് ചെയ്യും എന്താണ് മെഡിക്കൽ റീഫ്രഷ്മെന്റ് എന്നുള്ളത്. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ആരും ചെയ്യാൻ തരാറില്ലല്ലേ? ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ തരാറില്ലല്ലോ. അപ്പൊ ഇരിക്കട്ടെ. എളുപ്പമല്ലേ അത് മെഡിക്കൽ റീഫ്രഷ്മെന്റ് എന്താന്ന് കണ്ടുപിടിക്കാൻ? ഓക്കെ, നോക്കിയിട്ട് വാ. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് വിത്ത് മണി, വേജസ്, ലീവ് വിത്ത് പേ ആൻഡ് മെഡിക്കൽ റീഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് കവറേജ് മാത്രമല്ല, എന്തെങ്കിലും സ്കീം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഓരോ ഓർഗനൈസേഷൻ ഓരോ സ്കീമുകൾ ഉണ്ടാവും. ഓക്കെ, ശരിയാണോ? സ്കീമുമായി ബന്ധപ്പെട്ട് ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ലോൺ പോലെ അല്ലാതെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് എമൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, മെഡിക്കൽ തന്നെ അല്ല, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും സ്കീമുകൾ ഇത്ര മാസത്തേക്ക് ഇത്ര വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞത് ഓരോ കമ്പനി റിലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിൽ നമ്മൾ ചിലപ്പോൾ ചിലൊരു എമൗണ്ട് നമുക്ക് ഇത്ര എമൗണ്ട് തരുമായിരിക്കും. നമ്മൾ എന്താണ് ഒരു പരിധി വരെ ഒരു സമയത്ത് കുറച്ച് എമൗണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു കാലാവധി തരും, നമുക്ക് ഒരു സ്പെസിഫിക് പീരീഡ് തരും. ആ പീരീഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ ചിലപ്പോ ഈ സ്കീമോ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജസ് ഒക്കെ വരുമ്പോഴായിരിക്കും ചിലർ ചൂസ് ചെയ്യുന്നത്. എല്ലാവരും എടുക്കണമെന്നില്ല, അത്യാവശ്യം എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും നമ്മളിത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇത്രയും കാലാവധിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മള്
തിരിച്ചടച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും അല്ലെ? യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഓക്കെ, നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഇത്രയുണ്ട്. Non-financial motivators, these motivators are not linked with the monetary rewards. ഇവിടെ നമ്മള് സാമ്പത്തിക പ്രേരണകളല്ല, സാമ്പത്തികേതര പ്രേരണകളാണ് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് ആണ്, നോൺ മോണിറ്ററി ആണ്. ഓക്കെ, അതെന്തായിരിക്കും നോൺ മോണിറ്ററി മോട്ടിവേഷൻസ് ഒക്കെ? ഇവിടെ പണമല്ല, മറ്റു പല കാര്യങ്ങളാണ് അല്ലെ? പ്രമോഷൻസ്, പെർഫോമൻസ് അപ്രൈഷ്യൽ, അതൊക്കെ ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് അല്ലേ? പെർഫോമൻസ് അപ്രൈഷ്യൽ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരെ നമ്മള് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കൂടുതൽ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ആവാൻ. ഓക്കെ, ഓരോന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഫസ്റ്റ് വൺ എന്താണ്? അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അപ്രീഷ്യൽ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ് എന്താണ്? എംപ്ലോയീസിന്റെ വിലയിരുത്തലും അല്ലെങ്കിൽ അവരെ പ്രശംസിക്കലും അല്ലെ? അതായത് പെർഫോമൻസ് അപ്രീഷ്യൽ ആണ് വരുന്നത്. മോട്ടിവേഷന്റെ ഫസ്റ്റ് ടെക്നിക്ക് ആണ് എന്ത്? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിന്റെ ഫസ്റ്റ് ടെക്നിക്ക് ആണ് ഒരാളുടെ പെർഫോമൻസിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ പ്രശംസിക്കുക അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെ മാനിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, വിലയിരുത്തലും പ്രശംസയും. ഓക്കെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്തൊക്കെ കൊടുക്കും? ചിലപ്പോൾ റിവാർഡുകൾ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത്. പൈസ എല്ലാം ഗിഫ്റ്റഡ് ആയിട്ട്. ഓക്കെ, പെർഫോമർ ഓഫ് ദ മന്ത് എന്നൊക്കെ പറയില്ലേ നമ്മൾ? യെസ്, അങ്ങനെയൊക്കെ കൊടുക്കും. അവാർഡുകള്, കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ്, ഗിഫ്റ്റ് ഒക്കെ. ഓക്കെ, ചിലപ്പോൾ സർട്ടിഫിക്കറ്റും കൊടുക്കാറുണ്ട് അല്ലെ? ബെസ്റ്റ് പെർഫോമർ എന്ന ഈ മന്തിലെ അല്ലെങ്കിൽ ഈ ഇയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ എന്നതിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ കമ്പനിയുടെ അഡ്രസ്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. A management often satisfy these needs by establishing status symbols and distinction in its organization by supplying costly furniture, carpets on floor, pictures on the wall, and personal assistant, etc. നമ്മളൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്താ? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അതായത് നമുക്ക് എന്തായിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തായിരിക്കും? ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യും. നമുക്കൊരു റൂം തന്നെ തന്നിട്ട് നല്ല വില കൂടിയ കാർപ്പറ്റ്സ് അല്ലെങ്കിൽ വാളൊക്കെ നല്ലൊരു സെറ്റ് ആയിട്ട് റൂം, ആലോചിച്ച് ഏറ്റവും നല്ല എല്ലാ ഫെസിലിറ്റീസ് ഉള്ള റൂം, കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ കൂടി തരും. നിങ്ങൾ ഓക്കെ ഇല്ലേ? PA. വേറെന്താ വേണ്ടത് നമുക്ക്? നമ്മുടെ കീഴിൽ ഒരാൾ വരാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലെ? സന്തോഷം മീൻസ് പേഴ്സണൽ അസിസ്റ്റന്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ് അല്ലെ? മാത്രമല്ല ഒരു വലിയ സെറ്റപ്പിലുള്ള ഒരു ഓഫീസിലേക്ക് വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്നതാണ്. അത് ശരിക്കും കമ്പനിയുടെ ഒരു തന്ത്രമാണ് അല്ലെ? അങ്ങനെയൊക്കെ കൊടുത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമുണ്ടല്ലോ, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് അല്ലെങ്കിൽ എംപ്ലോയീസ് ഇതേപോലുള്ള മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രം വെറുതെ അല്ല കേട്ടോ, നല്ലോണം പെർഫോമൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു രീതിയിലുള്ള എല്ലാ മോട്ടിവേഷൻസും കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അപ്പൊ നമുക്ക് ഓൾറെഡി ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനോടുള്ള ഒരു എന്താ പറയാ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക അറ്റാച്ച്മെന്റ് വരും, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് നമ്മളിൽ ഒരു തോന്നൽ ഉടലെടുക്കും അല്ലെ? നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സുകൾ ഒരു കമ്പനി തരുന്നുണ്ട്, അപ്പൊ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തോന്നൽ നമുക്ക് രൂപപ്പെടും. ഓക്കെ, യെസ്. അതോടൊപ്പം നമ്മുടെ സ്റ്റാറ്റസും പ്രൗഡിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ടെക്നിക് ആണ് എന്താ? സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പറ്റീഷൻ. ഇതെല്ലാം നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് വരുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. എന്താണ് കോമ്പറ്റീഷൻ? ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പീറ്റ് with one another if they feel they have chance to win and satisfy their ego. ഇതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നത്? മത്സര ബുദ്ധി ഉണ്ടാവുന്ന എപ്പോഴാണ്?
നമ്മളോടൊപ്പം മത്സരിക്കാൻ മറ്റൊരാളുണ്ടാവുക അല്ലേ? അല്ലേ? യെസ്. നമുക്ക് കോമ്പറ്റൻസി അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യാൻ, മത്സരം ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈഗോയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു കാര്യമാണ്. അവനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് ചെയ്യണം എന്നുള്ള പറയുന്നത് എന്താണ്? ഇതൊരു പേഴ്സണൽ ഫീലിങ്സ് ആണ് അല്ലെ? നമ്മുടെ ബിഹേവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യം. പക്ഷെ ഈഗോ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈഗോ നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. ഈഗോ അല്ലെ, അഹംഭാവം. ഇതിനാണ് നമുക്ക് അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? തന്നേക്കാൾ മികച്ചതായ ഒരാള് എന്തായിരിക്കാം, പക്ഷെ അയാളേക്കാൾ മികച്ചതായിട്ട് നമുക്ക് പെർഫോം ചെയ്യണം. അപ്പൊ ഓരോ കമ്പനീസ് എന്താണ്, ഒന്ന് രണ്ട് മൂന്ന് വ്യക്തികളെയൊക്കെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇട്ട് തരും. ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് തരും. അപ്പൊ അവരെയൊക്കെ മികച്ചതായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നോർമലി നമുക്ക് തോന്നും അല്ലെ? നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി ഉണ്ടായി, അവനേക്കാൾ മികച്ചതായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേ? വിചാരിച്ചിട്ടുള്ള പക്ഷെ നടന്നിട്ടില്ല അല്ലെ? അവനേക്കാൾ നന്നായിട്ട് അങ്ങനെ അവിടെയാണ് നമ്മളെല്ലാവർക്കും തോറ്റുപോയത് കുറെ ആൾക്കാരെ. ശരിയല്ലേ? നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നല്ലൊരു പഠിപ്പുണ്ട്, അവനേക്കാൾ മികച്ചതായിട്ട് ഒരു ദിവസമെങ്കിലും പഠിച്ച് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ? ഒരു ദിവസമെങ്കിലും ഫുൾ മാർക്കോടെ പാസ്സാവണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുണ്ടോ? അത് ഫാക്ട് ആണ്, കറക്റ്റ് ആണ്. അപ്പൊ ഒരാള് നമ്മുടെ മുന്നിലുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സ്വാഭാവികമായിട്ടൊരു ഇൻട്രസ്റ്റ് വരും. അത് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യം, ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ദേഷ്യമെന്നല്ല, അവനേക്കാൾ കൂടുതൽ എനിക്ക് പോയിന്റ് നേടണം എന്നുള്ള ഒരു ചിന്താഗതി രൂപപ്പെടുക. ഓക്കെ, യെസ്. അപ്പൊ ഇത് കമ്പനിയുടെ ഒരു തന്ത്രമാണ്. അതായത് അവര് രണ്ടുപേരും കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരാളെയും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. യെസ്. എങ്ങനെ കോമ്പറ്റീഷൻ ചെയ്താൽ എന്താണ്, ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? കമ്പനിക്ക് തന്നെയാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഒരു തന്ത്രമായിട്ട്. അപ്പൊ മറ്റവരെന്താ വിചാരിക്കുന്നത്? അവനൊക്കെ നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്ത് എനിക്ക് പെർഫോമൻസ് അപ്രീഷിയേറ്റ് കിട്ടും, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും വിചാരിച്ചാൽ അവർ പെർഫോം ചെയ്യും. പക്ഷെ ഇതെല്ലാം തന്നെ സ്ട്രാറ്റജീസ് ആണ് അല്ലെ? എന്താ? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ സ്ട്രാറ്റജീസ് ആണ് ഇതെല്ലാം. ഓക്കെ, മനസ്സിലായോ? അത് കോമ്പറ്റീഷൻ. Next one, delegation of authority. Delegation of authority. The delegation of a substantial amount of responsibility to carry out a given task often proves to be a strong motivating force. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ്? ഈ ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പല ടാസ്കുകൾ അല്ലെങ്കിൽ അല്ലെ, പല ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിട്ട് ഓരോരുത്തർക്കും നമ്മൾ വീതിച്ചു കൊടുക്കും അല്ലെ? ക്രമാനുസൃതമായിട്ട് ഓരോ ടാസ്കുകള് വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? കൊടുക്കുന്ന ടാസ്കുകൾ എത്രത്തോളം ഉത്തരവാദിത്തത്തോളം ചെയ്തു തീർക്കുന്നുണ്ട് അല്ലെ? യെസ്. അപ്പൊ ടാസ്ക് കൊടുക്കുമ്പോ അവര് അവർ കാണിക്കുന്ന ആ ഒരു റെസ്പോൺസിബിൾ, അവരുടെ ഡ്യൂട്ടിനെ പറ്റിയുള്ള ഒരു അവബോധം. അതായത് നമുക്ക് എന്ത് ജോലി വന്നാലും നമ്മുടെ മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നമ്മൾ ഇടുന്നത് അല്ലെ? ഏറ്റവും ബെസ്റ്റ് ഇട്ടാൽ മാത്രമേ അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് അത് പെർഫോം ചെയ്യുന്നുണ്ട്, എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്വം ചെയ്ത് തീർക്കുന്നുണ്ടെന്ന് കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകൾ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യെസ്. അതും ഒരു നോൺ മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. അപ്പൊ നല്ല രീതിയിൽ ചെയ്ത് തീർക്കുന്ന ആൾക്കാരുണ്ടാവും, നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട്. അതായത് നമുക്ക് തന്ന ജോലിയോടുള്ള ഒരു കൂറ് എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പേഷൻ. Participation, which implies both physical and mental involvement of the people in an activity, particularly in that of decision making. Participation means പങ്കാളിത്തം അല്ലെ? എന്താണ് പങ്കാളിത്തം? പങ്കുചേരല്ലേ? ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോ ഒരു പോയിന്റ് വിട്ടുപോയി. അതായത് ഇങ്ങനെ ഒരു ടീമിനെയൊക്കെ നയിച്ചു കൊണ്ടുപോകാനായിട്ട് കൂടുതലായിട്ടും ആ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു എംപ്ലോയീസിന് മാത്രമേ അതൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ? അതായത് നമുക്കൊരു ചുമതല തന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം കൈകാര്യം ചെയ്യണമെന്നൊരു നമ്മുടെ കൂട്ടത്തിൽ 5 പേരുള്ള 5 പേരിൽ ഒരാൾക്ക് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് വേണമെങ്കിൽ അതിന് പറയാം അല്ലെ?
ഒരാൾ ഒരു പൊടിക്ക് ഉത്തരവാദിത്തം കാണും, പൊടിക്കുന്നല്ല അയാൾക്ക് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ അറിയാൻ പറ്റും. യെസ്, അങ്ങനെ കാണിക്കുന്നവര് അത് ശരിക്കും പറഞ്ഞാൽ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ആൾക്കുള്ളത്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഒരു നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും, ആരാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ അയാൾക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ അറിയാം. പാർട്ടിസിപ്പേഷൻ, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഫിസിക്കലി മെന്റലി ഇൻവോൾവ് ആയാൽ മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ആണോ? യെസ്, നമുക്ക് physical and mental involvement of the people in an activity, particularly in that of decision making. ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു, അതായത് നമുക്കൊരു ഏതെങ്കിലും പ്രത്യേകമായ ലക്ഷ്യവുമായി മുന്നിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശാരീരികവും മാനസികമായിട്ട് ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് എന്താണ് നല്ലൊരു തീരുമാനം പോലെ അവിടെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാത്തരം അവസരങ്ങളും ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫീൽ ഫ്രീ ആവാനായിട്ട്, നമുക്ക് കുറച്ചുകൂടി ഫീൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമുക്ക് എന്ത് തരുന്നത്, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തരുന്നത്, വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, നമ്മൾ വർക്ക് ജോലി ചെയ്യുന്ന സ്ഥലം ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് വളരെ പാർട്ടിസിപ്പന്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഇൻവോൾവ്മെന്റോട് കൂടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, അല്ലെ? യെസ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള കമ്പനിയുടെ അവസരം നൽകുന്നതും അതൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ഒരു നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും മാറിപ്പോകരുത്. മൂന്ന് വാക്കുകളാണ്. നമുക്ക് ആദ്യം പഠിക്കാം ജോബ് എൻലാർജ്മെന്റ് എന്താ. It is the process of increasing the complication of the job with a view to appealing to the higher order needs of workers. Job enlargement is a horizontal expansion of duties and tasks across the same organization level. Job enlarge ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിള്ളേരെ? ജോബ് എൻലാർജ് ചെയ്യാന്ന് പറയുന്നത് യെസ്, ഇൻക്രീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എംപ്ലോയി ആണ്. വലുതാക്കുക അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? യെസ്, അതായത് വൈഡ് ആക്കുക. വെരി ഗുഡ്. Enlargement is a horizontal expansion of duties and tasks across the same organization level. നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ? അതായത് എംപ്ലോയീസിന് ഉയർന്ന ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് എൻലാർജ്. അതായത് ഡ്യൂട്ടീസ് എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും. അവർക്കുള്ള ഡ്യൂട്ടീസിന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി അതായത് ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് എല്ലാം ചെയ്യുന്നത്, അല്ലെ? കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അതില്, അല്ലെ? സിമ്പിൾ ആയിരിക്കില്ല, എന്നിരുന്നാൽ പോലും എന്താണ്, കുറച്ച് ജോലിയുടെ സങ്കീർണത വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അതിന്റെ മലയാളം വാക്ക്. അതായത് ഒരു ജോലി, പല പല ജോലികൾ ഉണ്ടായിരിക്കും, അതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വൈഡാക്കി മാറ്റുന്നത് നമ്മൾ. ഓക്കെ, യെസ്. അപ്പൊ വൈഡാക്കി മാറ്റുന്നതിനനുസരിച്ചിട്ട് അതെങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തരുന്നു? ജോബ് എൻലാർജ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മോട്ടിവേഷൻസ് കിട്ടുന്നു? ഇവിടെ നമ്മൾ ചെയ്തിരുന്ന ഓൾറെഡി കുറെ ജോലികള് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഒരാൾ ചെയ്തിരുന്ന ജോലിനെ നമ്മൾ എന്ത് ചെയ്യും, എന്താക്കി മാറ്റാണ് ഇവിടെ? എന്താക്കി മാറ്റുന്നു? കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഒരാളോ മാത്രമായിരിക്കും അപ്പൊ ജോലി ചെയ്യുന്നത്? അല്ല, ഇതൊന്നും കൂടി എക്സ്പാൻഡ് ആക്കിയാണ്. അപ്പൊ കുറച്ചുകൂടെ ആള് ഫ്രീ ആവും, അല്ലെ? കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഇപ്പോ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ചെയ്യുന്ന ഡ്യൂട്ടീസിന്റെ എണ്ണം ഒന്ന് കുറയും. എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, അവിടെ കൂടുതൽ എംപ്ലോയീസിനെ അവിടെ കൊണ്ടുവരാൻ പറ്റും, അല്ലെ? കൂടുതൽ എംപ്ലോയീസിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ജോലിയുടെ സങ്കീർണ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും എന്താണ്, കുറച്ചുകൂടി നമുക്ക് എന്താണ് ജോബ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും.
അതായത് നമ്മള് ഇതിനെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി വിപുലീകരിക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജോലിഭാരം കുറയുന്നത് പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ. സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മള്. ഓക്കെ, ദാറ്റ് ഈസ് ജോബ് എൻലാർജ്മെന്റ്. ഇത് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ജോബ് റൊട്ടേഷൻ എന്തായിരിക്കും? ജോബ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി from one job to another so as to reduce monotony and boredom. To increase the skill and knowledge of the employee about related jobs is the main objective of job rotation. എന്താണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്? ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. ഒരാളെ നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അതായത് എന്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് മോണോട്ടണി ആൻഡ് ബോറിഡം. എന്താണ് മോണോട്ടണി ആൻഡ് ബോറിഡം എന്ന് പറയുന്നത്? എന്താണ് മോണോട്ടണി, ബോറിഡം? ബോറിഡം എന്താണ് പിള്ളേരെ? ഏകതാനവും വിരസതയും എന്ന് നമ്മൾ അതിന് മലയാളത്തിൽ പറയും. അതായത് ഒരു ജോലി തന്നെ നമ്മൾ നിരവധി കാലഘട്ടങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് വരും? എന്ത് രൂപപ്പെടും? നമുക്ക് ചെയ്ത ജോലിയിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിൽക്കുമ്പോ മടുപ്പ് തോന്നും അല്ലെ? അല്ലെങ്കിൽ അത് ബോറടിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോയി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം ബോറാണ്. അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതൊരു ടെക്നിക്കാണ് കേട്ടോ. അവരെന്ത് ചെയ്യും? ആ ജോബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു ജോബിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യും. To increase the skill and knowledge of the employee about related job is main objective of the job rotation. നമ്മൾ ഒരാളെ ആ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതിനനുസരിച്ച് അയാളിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ രീതിയിലാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? ആളുടെ സ്കില്ലും നോളജും ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. അതും കൂടി അതിന്റെ ബെനിഫിറ്റ് ആണ്. അതായത് ഓൾറെഡി ചെയ്തിരുന്ന ജോലിയേക്കാൾ വ്യത്യസ്തമായ ഒരു ജോലിയിലേക്ക് ആൾ മാറുമ്പോൾ അവിടെ എത്രത്തോളം ഭംഗിയായിട്ട് ആൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ആളൊന്നും കൂടി എന്താണ് വെരി ഗുഡ് റിഫ്രഷ് ആവാണ് അല്ലെ? അവിടെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാനും, അല്ലെങ്കിൽ ആളുടെ സ്കിൽ, ആൾക്ക് ചിലപ്പോൾ വേറെ രീതിയിലുള്ള സ്കിൽസുകൾ ഉണ്ടായിരിക്കും, അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന വർക്ക്സ് ആയിരിക്കും ഏറ്റവും സൂട്ടബിൾ ആവും. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇതും ഒരുപാട് നാൾ നമ്മൾ ചെയ്തിരുന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ ബോറിഡം സംഭവിക്കും അല്ലെ? ഒരുപാട് വർഷം സെയിം തന്നെ ചെയ്തിരുന്നാൽ നമുക്ക് എന്തുണ്ടാവും? ബോറടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്യത്യസ്തത കൊണ്ടുവന്നില്ലെങ്കിൽ അത് ബോറടിക്കും. അത് ജോലിയാണെങ്കിലും ജീവിതമാണെങ്കിലും അല്ലെ? മോണോട്ടീനറി എന്ന് വെച്ചാൽ ഏകദാനം അല്ലെങ്കിൽ ഏകത എന്നൊരു മീനിങ്, ഒറ്റയ്ക്കാകാന്നുള്ളൊരു മീനിങ് കേട്ടോ. മോണോ എന്താണ്? മോണോ പഠിച്ചിട്ടുണ്ടാവല്ലോ. മോണോ എന്താണ്? ഒന്ന് അല്ലെ? യെസ്. ഒറ്റയ്ക്കിരുന്ന ഒരു ജോലി ഒരുപാട് സമയം ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബോറടിക്കുക. ഓക്കെ, അപ്പൊ ജോബ് റൊട്ടേഷന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ സോ ആസ് ടു റെഡ്യൂസ് മോണോട്ടണി ആൻഡ് ബോറിഡം. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ജോബ് റൊട്ടേഷന്റെ പറഞ്ഞ വാചകം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ജോബ് റൊട്ടേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സ്കിൽ ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ? സ്കിൽ ആൻഡ് നോളജ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ജോബ് റൊട്ടേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. മനസ്സിലായോ? ഇത് ഒരു എംപ്ലോയീസിന്റെ വൈദഗ്ധ്യം കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ജോബ് എൻറിച്ച്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ്. ഇതെന്താണ്? It is a form of changing or improving a job so that worker is likely to be more inspired. It is a vertical expansion of the roles, responsibilities, and authority. The employee is provided with the opportunity for greater recognition, advancement, growth, and responsibility. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. ജോബ് എൻറിച്ച് ചെയ്യാന്ന് പറയുമ്പോ എന്തായിരിക്കും?
ചേഞ്ചിങ് ഓർ ഇംപ്രൂവിങ് അല്ലെ. ചിലപ്പോ ഒരിക്കൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ്. അതായത് അവരുടെ റോൾസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. റോള് മാറുന്നു, അവർ ചെയ്യുന്ന റോൾസ് വ്യത്യാസം വരുന്നു, റെസ്പോൺസിബിലിറ്റീസ് മാറുന്നു. ഓക്കെ, അതായത് മോസ്റ്റ് ചാലഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങൾ കൊടുത്തിട്ട് അവരിലുള്ള ഏറ്റവും പൊട്ടൻഷ്യൽസിനെ എടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കും. ഓക്കെ, ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ജോബ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ വേറെ അവസരങ്ങൾ നമ്മൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിട്ടുള്ള അവസരങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് അവരുടെ ടാസ്കുകളെ മീനിങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, അതായത് അവരുടെ എല്ലാത്തരം അവരുടെ ഗ്രോത്തും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ രീതിയിലുള്ള കുറച്ച് വർക്ക്സുകൾ കൊടുക്കും. ഓക്കെ, അപ്പൊ ജോബ് എൻകറേജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിനെ നമ്മൾക്ക് എന്താക്കി മാറ്റണം എന്നാണ്. എന്നും കീഴുദ്യോഗസ്ഥരായിട്ട് ഇങ്ങനെ ജോലി ചെയ്താൽ മാത്രം മതിയോ നമുക്ക്? എന്നും ഒരു ഓഫീസിലെ ലോ പൊസിഷനിൽ മാത്രം മതിയോ? എന്താക്കി മാറ്റണം നമുക്ക്? എന്താക്കി മാറ്റണം? മോർ വെരി ടു വെരി എവറി എംപ്ലോയി ടു എ മാനേജർ. ഇവിടെ പോയിന്റ് പറയുന്നു നോക്കൂ, the goal of job enrichment is not just to make a work more varied but to turn every employee into a manager. ഒരു എംപ്ലോയീസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ലെവൽ പൊസിഷൻസിലേക്ക് അല്ലെ, എംപ്ലോയിയിൽ നിന്ന് മാനേജർ പൊസിഷൻസിലേക്ക് മാറ്റിയെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് മോർ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? അടുത്ത മോട്ടിവേഷൻ ടെക്നിക്സ് ആണ് റീഇൻഫോഴ്സ്മെന്റ്. അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ ശക്തിപ്പെടുത്തുക, പവർഫുൾ മോട്ടിവേഷൻ ആണ് അല്ലെ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ ടൂൾ ആണ് എന്താ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. യെസ്, അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കാം. Reinforcement. A powerful motivation tool is reinforcement. It is it is based on two principles, three principles. Oh. That behavior which seems to ഇവിടെ റീഇൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട 3 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. That behavior which seems to lead to a positive consequence or reward tends to be repeated. Okay, ആദ്യം നമ്മൾ കൊടുക്കുന്ന എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിവാർഡ്സ് ആണ് അല്ലെ. റിവാർഡുകൾ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ആളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി. നമ്മൾ റിവാർഡ് കൊടുക്കുമ്പോൾ ആൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള പ്രേരണ കുറയോ കൂടുമോ? കൂടും അല്ലെ. അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പിന്നീട് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. നിങ്ങൾ ചെയ്തത് നല്ലതാണ്, ഏറ്റവും നല്ല കോംപ്ലിമെന്റ്സ് ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് എന്താണ്? ആളുടെ മൈൻഡ് തന്നെ പോസിറ്റീവ് ആയിട്ട് മാറുകയാണ് അല്ലെ. യെസ്, പ്രത്യേകിച്ച് നല്ലൊരു റിവാർഡ്സ്, നല്ലൊരു ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഇനിയും അത് പ്രതീക്ഷിക്കുക. ഇനിയും ഇതേപോലെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് ഇതേപോലുള്ള റിവാർഡ്സുകൾ കിട്ടും എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്. നെഗറ്റീവിൽ എന്തായിരിക്കും വരുന്നത്? While behavior that seems to let negative consequences tend to be repeated. നമ്മളെ നെഗറ്റീവ് ആയിട്ട് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് നമ്മൾ കാണിക്കുന്നെങ്കിലോ, നെഗറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റമാണ് കാണിക്കുന്നെങ്കിലോ അതിനെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടില്ലേ? യെസ്, റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നത്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വഴി നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റും അല്ലെ. നെഗറ്റീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇപ്പൊ നെഗറ്റീവ് ആണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. പിന്നീട് നമ്മളത് റിപ്പീറ്റ് ചെയ്യില്ല അല്ലെ. യെസ്, ഓക്കെ. യെസ്, പിന്നെന്താണ്?
Therefore, it is possible to influence people's behavior only by providing the properly scheduled rewards. It is അപ്പോൾ ഇവിടെ ഈ രണ്ട് പ്രിൻസിപ്പിളിന് ഒന്ന് എന്താണ് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഉണ്ട്. പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് എന്താണ് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നെഗറ്റീവ് കൊടുക്കുമ്പോൾ എന്താണ്, നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പോസിറ്റീവിലേക്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾക്ക് അത് തെറ്റാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനും നമ്മള് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് നമ്മളെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നു. നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് പ്രകാരം, അതായത് നെഗറ്റീവ് പോസിറ്റീവ് എന്ന റീൻഫോഴ്സ്മെന്റ് എന്ന പ്രക്രിയ ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് പ്രത്യേകിച്ച് എംപ്ലോയീസിന് റിവാർഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് പോസിബിൾ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾസ് ബിഹേവിയർ ഓൺലി ബൈ പ്രൊവൈഡിംഗ് ദ പ്രോപ്പർലി ഷെഡ്യൂൾഡ് റിവാർഡ്സ്. അതായത് അവർ ചെയ്യുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ റിവാർഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവാർഡ്സുകളായിരിക്കും, പ്രോപ്പർ ആയിട്ടുള്ള റിവാർഡ്സുകളായിരിക്കണം ഓരോ എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്ന ആൾക്ക് നമ്മളെപ്പോഴും കൂടുതൽ റിവാർഡ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ്സ് തന്നെ കാണിക്കുന്ന ആളെ ഇല്ല. യെസ്, ഒരു പ്രാവശ്യം കാണിച്ചു നമ്മൾ ഓൾറെഡി നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് മാറ്റം സംഭവിച്ചു. മാറ്റം സംഭവിച്ച ആൾ എങ്ങനെ ഇങ്ങോട്ടിലേക്ക് മാറി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആള് പ്രാപ്തനാക്കി. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്താണ് നല്ല രീതിയിൽ റിവാർഡ്സുകൾ കൊടുത്ത് ആളെ മോട്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം റീഎൻഫോഴ്സ്മെന്റിനെ പറ്റി, പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇത്ര എടുത്താകണോ നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.